ഒരുപാട് പേരുദോഷം കേട്ട ഒരു ദാൽ കറി. സവാള പാകത്തിന്, ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, വറ്റൽമുളക്, നല്ല ജീരകം, കടുക് ഇവിടെ ഉണ്ട്. ഓക്കെ, എണ്ണ തിളച്ചു. തിളച്ച എണ്ണയിലേക്ക് കടുക്, ജീരകം തേടിടാൻ പോകുന്നു. ചതച്ചരച്ച് ഉള്ള വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ഇതിൻ്റെ കൂട്ടത്തിൽ സവാള, പഴമക്കാർ പറയുന്നതുകൊണ്ട് അതിന് ഉപ്പും. ഇതാരെങ്കിലും പഠിപ്പിക്കാനുള്ളതല്ല, എൻ്റെ ഒപ്പം എൻ്റെ ബാക്കിയുള്ളതിനൊപ്പം ഒരു വർഷം കേട്ടാൽ താല്പര്യമാണ്. ഇത് മഞ്ഞിച്ചിരിക്കും. ചോറ് നേരത്തെ റെഡിയായതാണല്ലോ. ഇടയ്ക്ക് വന്ന് സവാള മഞ്ഞപ്പൊടി. ഇത് മഞ്ഞിച്ചിരിക്കണമെങ്കിൽ പറഞ്ഞില്ലായിരുന്നോ? ഇത് മഞ്ഞിച്ചിരിക്കും, നേരത്തെ പറഞ്ഞില്ലായിരുന്നു. സമയം 5 മണി കഴിഞ്ഞു. ക്ഷീണത്തിനൊരു പുക. ഞാൻ വലിയ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, വലിയ നന്നായിട്ട് കുറവാണ് പേരോട് മാറാതിരിക്കാൻ. ഞാനിത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കൂടെ വലിച്ചവർക്കും ഞാൻ പഠിപ്പിച്ചവർ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എല്ലാവരും നിൽക്കണം. ഞാനിപ്പോൾ അധികം വലിക്കാറില്ല. ദാല് നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. സെറ്റ് പൂകമയ ഇങ്ങനെയൊക്കെ കാണും. സംഭവം കളറാവും. വെയിറ്റ്, സ്വല്പം വെള്ളം കൂടെ. ഇത് നന്നായി കുറുകും കേട്ടോ. ഇതാ തോൽവി അല്ലേ? അല്ലേ പറയാൻ അല്ല, കരിയാപ്പില വാടിയതാണ്, തണ്ടോടുകൂടി. അത് പൊണ്ടാട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, തണ്ടോടുകൂടി. ഇനി ഈ ഗീ എന്തോ ഇത്, നെയ്യ്, ബട്ടർ, അൽമറായ്, മേഡ് ഇൻ കുവൈറ്റ്. ഇത് ചെറുത്, ഈ ഒരു പീസ്. ഇത് ഞാൻ പൊതുവേ ആരും കാണാതിടും സർപ്രൈസായിട്ട്. ചെറിയ അത്യാഹിതം സംഭവിച്ചായിരുന്നു. ഇത് അതിൽ നിന്ന് പോകാതെ ഒരു തട്ട് കറിയിലോട്ട് തിരിച്ച് കൈ പൊള്ളിയിട്ടുണ്ട്. ബേക്കറിയാവും. ചിക്കൻ ഫ്രൈയും സ്രാവ്, ഉണക്ക സ്രാവ്, മേഡ് ഇൻ കാഞ്ഞിരപ്പള്ളി. ഇതാ ഒരു നല്ല സായാഹ്നം. ഇപ്പോഴാണ് ഫുഡ് വെച്ച് കഴിഞ്ഞത്. പുറത്തേക്കുള്ള കാഴ്ച. ഹോസ്റ്റൽ മെയിൽ മിനിസ്ട്രി ഹോസ്റ്റൽ അതാൻ്റെ 14ാമത്തെ ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ദൂരെ ദൂരെ ഒരു മറയും കാലൊക്കെ ചെറിയ ഓക്കെ. കറി റെഡി ആയിട്ടുണ്ട്. മഞ്ഞക്കറി.